ഹലോ, എൻ്റെ പേര് അഞ്ജലി. വെൽക്കം ടു മൈ ചാനൽ ഹോം ഡയറീസ് ബൈ അഞ്ജലി. ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് നമുക്ക് നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മളൊരു ബിരിയാണി മസാല ഉണ്ടാക്കുവാണ്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാനൊരു ലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി നന്നായി നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കുക. പിന്നെ നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ഡ്രൈ റോസ്റ്റ് ചെയ്യാണ്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 minutes നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അത് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പോൾ നല്ല സ്മൂത്ത് പൗഡറായിട്ട് പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല നമ്മളിപ്പം അടിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ലൊരു മണമുള്ളൊരു ബിരിയാണി മസാലയായിട്ട് കിട്ടും. അത് നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് അടച്ച് സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ അത് നമുക്ക് വേരിയസ് പ്രോസസ്സിൽ, ഈ ബിരിയാണി ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ നമുക്ക് പലപ്പോഴായിട്ട് ചേർക്കേണ്ടതാണ്. അപ്പോൾ അത് ടൈറ്റായിട്ട് അടച്ച് വയ്ക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് നമുക്ക് സവാള വേണം, 6 സവാള വേണം ചെറുതായിരിഞ്ഞത്, 2 തക്കാളി, പിന്നെ വേണ്ടത് ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു വലിയ കുടം വെളുത്തുള്ളി, ഒരു 4-5 പച്ചമുളക് ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം. എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അത് നമുക്കൊരു പേസ്റ്റ് ആക്കേണ്ടതാണ്. പിന്നെ നമുക്ക് ഒരു ചെറിയ പിടി മല്ലിയില വേണം. മല്ലിയില കൊത്തി എരിഞ്ഞു വെക്കുക. പിന്നെ പുതിന ഇല വേണം. പുതിനയിലയും അതുപോലെ തന്നെ കൊത്തി എരിഞ്ഞു വെക്കുക. മല്ലിയിലയുടെ അത്രയും വേണ്ട പുതിനയില. പിന്നെ നമുക്ക് കാഷ്നട്ടാണ് വേണ്ടത്. കാഷ്നട്ടും കുറച്ച് തേങ്ങ ചിരവിയതും, അത് രണ്ടും കൂടെ നമുക്ക് അരച്ചൊരു പേസ്റ്റ് ആക്കാനാണ്. അപ്പോൾ നമ്മൾ ഈ കാഷ്നട്ട് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം അരയ്ക്കാനെടുക്കാം. പിന്നെ ലൈം ജ്യൂസ് വേണം, ഒരു 5 ടേബിൾ സ്പൂണോളം ലൈം ജ്യൂസ് വേണം. പിന്നെ നമുക്കൊരു 5 ടേബിൾ സ്പൂൺ തൈര് വേണം. പിന്നെ ഒരു 6 ടേബിൾ സ്പൂണോളം നെയ്യ് വേണം. ഈ തൈരും നെയ്യും ലൈം ജ്യൂസും ഒക്കെ വേരിയസ് പ്രോസസ്സിൽ നമുക്ക് ഉപയോഗിക്കേണ്ടതാണ്. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. പാലിൽ നമുക്ക് കുറച്ച് റോസ് വാട്ടറും പൈനാപ്പിൾ എസൻസും കൂടി മിക്സ് ചെയ്തിട്ട് ഗാർണിഷിങ്ങിന് വേണ്ടി ലാസ്റ്റ് ഉപയോഗിക്കേണ്ടതാണ്. അപ്പം അത് റെഡിയാക്കി വയ്ക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ: മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മതി, പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കുക. പിന്നെ നമുക്ക് കാഷ്നട്ട്സ് വേണം. ഇത് ഫ്രൈയിങ്ങിനാണ്, നമ്മൾ അവസാനം ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനാണ്. അപ്പം കാഷ്നട്ട്, പിന്നെ ഉണക്കമുന്തിരിങ്ങ ഉപയോഗിക്കാം നമുക്ക്. ഞാനിവിടെ ഉണക്കമുന്തിരിങ്ങ എടുത്തിട്ടില്ല. പിന്നെ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് നമ്മുടെ കുരുമുളക് പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് അറിയാമല്ലോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റിൽ നിന്ന് ഒരു ടീസ്പൂൺ ഓളം ചേർത്ത് കൊടുക്കുക. പിന്നെ തൈരിനകത്തു നിന്ന് ഒരു 5 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഒരു അരമണിക്കൂർ നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്ത് ഇങ്ങനെ തന്നെ വെച്ചിരിക്കണം. പിന്നെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നെയ്യിൽ നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ അണ്ടിപ്പരിപ്പും നമ്മൾ സവാള അരിഞ്ഞതിന് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ തീരെ നൈസായിട്ട് അരിയാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ആദ്യമേ സവാള നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. അതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ നമ്മൾ, അറിയാലോ, നമ്മളിപ്പോൾ ബിരിയാണിയിൽ കിടക്കുന്ന സവാള കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത്രയും ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കണം. അത് മാറ്റി കഴിയുമ്പോൾ ആ നെയ്യിലേക്ക് തന്നെ നമുക്ക് ബാക്കി ആ കാഷ്നട്ട്സ് ഇട്ട് അതും നമുക്ക് ഫ്രൈ ചെയ്ത് അത് മാറ്റി വയ്ക്കാം.
ഇതൊക്കെ അവസാനം നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അത് മാറ്റി വയ്ക്കുക. പിന്നെ നല്ലൊരു ഹെവി ബോട്ടം പാൻ എടുക്കുക. നല്ല കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിനകത്തേക്ക് നമ്മൾ ബാക്കി വെച്ചിരുന്ന ആ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് വരുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ നമുക്ക് പച്ചക്കുത്തൊക്കെ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ സവാള ഒരു 4 സവാള അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുക്കുക. അതും നന്നായിട്ട് അതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. രണ്ടും കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ആവണം. ഒരു 3-4 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കേണ്ടി വരും. അപ്പം അതിന് നമുക്കൊരു ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വഴന്ന് കിട്ടും. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി എന്നിട്ടൊരു ചെറിയൊരു വാടി വരുന്ന വരെ നല്ല ചെറിയൊരു ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ നന്നായിരിക്കും. ഒരു 6-8 മിനിറ്റ് എടുക്കും നമ്മൾക്കത് ശരിയായി കിട്ടാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റാം. ആ പൊടികളുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറണം. അതുവരെ നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ മസാലയിലേക്ക് ചേരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇത് ഏകദേശം റെഡി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 2 ടൊമാറ്റോസ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നല്ലോണം പഴുത്ത തക്കാളി നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. അത് നല്ല ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ ആ തക്കാളി നന്നായിട്ട് ബ്ലെൻഡ് ആവണം അതിലേക്ക്. അത് കഴിയുമ്പോൾ നമുക്ക് ഒരു 3/4 പോർഷൻ എടുക്കണം. 2 കൊറിയാണ്ടർ ലീവ്സും നമ്മുടെ പുതിനയിലയും മല്ലിയിലയും 3/4 പോർഷൻ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ അതിന് നന്നായിട്ട് കുക്ക് ചെയ്യുക. ഒരു 5 മിനിറ്റ് നമ്മൾ മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് കവർ ചെയ്ത് കുക്ക് ചെയ്യണം. അപ്പോഴേ നമ്മുടെ ആ തക്കാളി അതിനകത്തേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുള്ളൂ. എല്ലാം കൂടെ ചേരുള്ളൂ. മസാല എല്ലാം കൂടെ നന്നായിട്ട് ചേരണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ആയിക്കോളും. അത് കഴിയുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ചിക്കൻ അതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ബാക്കി വെച്ചിരുന്ന തൈരും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ബിരിയാണി മസാല ഒരു 1.5 ടേബിൾ സ്പൂൺ അതിനകത്തേക്ക് ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് എല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ പോരാന്ന് തോന്നുവാണെങ്കിൽ അത് ആഡ് ചെയ്യുക. ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ലൈം ജ്യൂസും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. ഇത് നന്നായി അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റോളം നേരം നന്നായിട്ട് വേവിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഇളക്കി കൊടുക്കണം ഇടയ്ക്ക്. പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും തേങ്ങ ചിരവിയതും കൂടെയുള്ള പേസ്റ്റ് ഇല്ലേ, അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. പിന്നെ ഒരു 10 മിനിറ്റ് നേരം കൂടി നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ അതിലേക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ഗാർണിഷ് ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബിരിയാണി മസാലയിൽ നിന്ന് ഒരു ടീസ്പൂണോളം ബിരിയാണി മസാലയും ചേർത്ത് നന്നായിട്ട് അത് മാറ്റി വയ്ക്കുക. നമ്മുടെ ചിക്കൻ മസാല റെഡിയായി. അത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കുക. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടി കട്ടിയുള്ള പാത്രം എടുക്കണമെന്ന് പറയുന്നത്. അപ്പം നെയ്യ് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഹോൾ ഗരം മസാല ഇട്ട് കൊടുക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ട, പെരിഞ്ചീരകം
ഇത്രയും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റുക. കുറച്ച് നേരത്തേക്ക് വഴറ്റുക. അപ്പം നല്ലൊരു സ്മെല്ല് വരും, നമുക്ക് നല്ലൊരു മണം കിട്ടും അന്നേരത്തേക്കും. ആ സമയത്ത് നമ്മളൊരു 3 ടേബിൾ സ്പൂണോളം നമ്മൾ സവാള അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ പ്രോസസ്സും. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് കൂടി നിൽക്കണം. നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ അന്നേരം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞ് നമ്മൾ ഒരു 6 കപ്പ് ബോയിലിംഗ് വാട്ടർ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ അരി എടുത്തിരിക്കുന്നത് 3.5 കപ്പാണ്. അപ്പം അതിനനുസരിച്ച് 6 കപ്പ് തിളയ്ക്കുന്ന വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ സോൾട്ട് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. അതിനെ നമുക്ക് തിളയ്ക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അരി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി, അതായത് 3.5 കപ്പ് ജീരകശാല അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് വാട്ടർ കളഞ്ഞ് എടുത്ത അരിയാണ്. അത് നന്നായിട്ട് ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ അത് നമ്മൾ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റോളം വേവിക്കേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളുടെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കണം. അരി വെന്ത് പോരുത്. നമുക്കൊരു 3/4 ഭാഗം വേവേ ആകാൻ പാടുള്ളൂ. ഇതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് വേവിൽ തന്നെ കിട്ടും. പക്ഷെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ. അപ്പോൾ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ എല്ലാ വെള്ളവും പോയി നല്ല നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി തന്നെ അരി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ മാറ്റി വെക്കുകയാണ്. ഇപ്പം നമ്മൾ ബിരിയാണിയുടെ ലാസ്റ്റ് സ്റ്റേജ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല അടി കട്ടിയുള്ള നല്ലൊരു പരന്ന പാത്രം എടുക്കുക. പിന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ദം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മളെടുത്ത് നമ്മൾ അടുത്ത് തന്നെ വെക്കുകയല്ല. അപ്പോൾ അതെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, കാഷ്നട്ട്, ഓണിയൻ ഫ്രൈ, ഇതെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ മസാല റെഡിയാണ്, ഗീ റൈസ് റെഡിയാണ്. നമുക്ക് പിന്നെ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാലിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ അതിനകത്തേക്ക് നമ്മൾ റോസ് വാട്ടർ ചേർക്കുക. ഒരു ടീസ്പൂണോളം മതിയാവും, കൂടുതലാകരുത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുത്തൽ വരും. നമ്മൾ ഒരു ടീസ്പൂൺ ഉപയോഗിച്ചാൽ മതി. പിന്നെ പൈനാപ്പിൾ എസൻസ്, അത് 1 ടീസ്പൂണോളം മതിയാവും. ചിലർ ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ പീസസ് ചേർക്കാറുണ്ട്. ഞാനിവിടെ പൈനാപ്പിളിൻ്റെ എസൻസ് ആണ് ചേർക്കുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബിരിയാണിക്ക്. നന്നായിട്ട് ഇളക്കി വെക്കുക. നമ്മൾ പാനിലേക്ക് ചിക്കൻ മസാല, ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മസാല മുഴുവൻ നമ്മൾ നന്നായിട്ട് ലെയർ ചെയ്യണം. അപ്പം അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ തന്നെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. അതുകൊണ്ടാണ് അടി കട്ടിയുള്ള പാത്രം എടുക്കണമെന്ന് പറയണം. അന്നേരം നമ്മൾ പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഹാഫ് പോർഷൻ, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റൈസിൻ്റെ ഹാഫ് പോർഷൻ അതിൻ്റെ മുകളിലേക്ക് ലെയർ ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പാലും പൈനാപ്പിൾ എസൻസും കൂടെയുള്ള മിശ്രിതം ചേർക്കുക. പിന്നെ ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കുക. പിന്നെ അണ്ടിപ്പരിപ്പും നമ്മൾ ഉള്ളി വറുത്തതും കൂടെ ഉള്ളത് അത് ഇട്ട് കൊടുക്കുക. നമ്മൾ മല്ലിയില, പുതിനയില കുറേശ്ശെ ആഡ് ചെയ്യുക. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി മസാല അത് 1 ടീസ്പൂണോളം അതും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നെയ്യും ഒരു 1 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ അടുത്ത ലെയർ റൈസ് കൊണ്ട്, ബാക്കിയുള്ള മുഴുവൻ റൈസും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നമുക്ക് നന്നായിട്ട് ലെയർ ചെയ്ത് കൊടുക്കുക. ഈ പാല്, റോസ് വാട്ടർ, പൈനാപ്പിൾ മിക്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ലൈം ജ്യൂസ്, നെയ്യൊക്കെ ഇത്തിരി കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. പിന്നെ പുതിനയിലയും മല്ലിയിലയും കുറച്ച് ചേർത്താൽ മതി, കൂടുതലാവണ്ട. ബിരിയാണി മസാല
നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ബാക്കി സവാളയും കാഷ്യൂനട്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഉണക്കമുന്തിരിങ്ങ വേണമെങ്കിൽ അതും വറുത്ത് ചേർക്കാം. ഞാനിവിടെ അത് ചേർത്തിട്ടില്ല. നമ്മൾ ഇത് നല്ലോണം ചൂടായിട്ടിരിക്കുന്ന ഒരു തവയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ ദോശത്തവ ഉപയോഗിച്ചാലും മതി. അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഒരു 20 മിനിറ്റ് നേരത്തേക്ക് വേവിച്ച് എടുക്കണം. അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർക്കാൻ മറന്നുപോയി. അപ്പൊ അത് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് അതിൻ്റെ ലിഡ് നന്നായിട്ട് അടച്ചു വെക്കണം. 20 മിനിറ്റ് നേരത്തേക്ക് നമ്മളത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ചിക്കൻ ദം ബിരിയാണി റെഡിയായി. ചിക്കൻ ബിരിയാണി റെഡിയാണ്. നമുക്ക് പപ്പടം, പിന്നെ ഞാനൊരു പുതിന ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മൾ തേങ്ങയൊക്കെ ചേർത്തൊരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സാലഡ് ഉണ്ട് നമുക്ക്, പിന്നെ ലെമണും ഡേറ്റ്സും കൂടെയുള്ള പിക്കിളാണ്. അതാണ് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും എൻജോയ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.